മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡിജേഴ്സിലെ ക്ലോഷർ പ്രോപ്പർട്ടി അടിപൊളിയായിട്ട് പഠിച്ചെടുത്തു അല്ലെ. എല്ലാ മക്കളും പഠിച്ചല്ലോ. ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായി, സെറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. ക്ലോഷർ പ്രോപ്പർട്ടിനേക്കാൾ എളുപ്പമാണ് സത്യത്തിൽ. നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, സാധനം അതിലും സിമ്പിളാണ്. ഡെഫിനേഷനേക്കാളും സിമ്പിളാണ് സാധനം. ഞാൻ പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാ ദ റിസൾട്ട് വിൽ ബി ദ സെയിം ഈവൺ ഇഫ് ദ നമ്പേഴ്സ് ആർ ഇന്റർചേഞ്ച്ഡ്. നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്താലും റിസൾട്ട് സെയിം ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് രണ്ട് ഇൻഡിജേഴ്സ് എടുക്കാം. ഇപ്പം 2 ഉം 3 ഉം. ഓക്കെ, 2 ഉം 3 ഉം എടുത്തു. ഓക്കെ, രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്തു. എത്രയാണ് റിസൾട്ട്? 2 + 3 എത്രയാടാ? 5 അല്ലേ? 5 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു. ഈ രണ്ട് നമ്പേഴ്സ് 2 ഉം 3 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ എന്താ വരിക? 3 + 2. 2ന്റെ സ്ഥാനത്ത് 3 ഉം 3ന്റെ സ്ഥാനത്ത് 2 എഴുതുന്നു. എന്താ വരിക? 3 + 2. അതെത്രയാ? 3 + 2. അതും 5 തന്നെയല്ലേ? അപ്പോൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി അല്ലെ. 2ന്റെ സ്ഥാനത്തേക്ക് 3 എഴുതി, 3ന്റെ സ്ഥാനത്തേക്ക് 2 എഴുതി അല്ലെ. നോക്ക്, 2ന്റെ സ്ഥാനത്ത് 3 വന്നു, 3ന്റെ സ്ഥാനത്ത് 2 വന്നു. നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. അന്നപ്പോഴും റിസൾട്ടിന് എന്തില്ല? ഒരു മാറ്റമില്ല. സെയിം റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. രണ്ട് പ്രാവശ്യവും സെയിം റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 + 3 or 3 + 2, the result is the same as you can see അല്ലെ. 2 + 3 ആയിക്കോട്ടെ, 3 + 2 ആയിക്കോട്ടെ, തല തിരിച്ച് എഴുതിയാലും മറച്ച് എഴുതിയാലും റിസൾട്ട് സെയിം ആണ്. ഇത്രയേ ഉള്ളൂ മക്കളെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് അഡീഷന്റെ കേസിലും സബ്ട്രാക്ഷന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്യാം. ആക്ച്വലി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും ഡിവിഷന്റെ കേസിലും നിങ്ങൾ നോക്കേണ്ടതില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അഡീഷനും സബ്ട്രാക്ഷനും ആണ് മക്കൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂടെ ആഡ് ചെയ്ത് ഒന്നും സംഭവിക്കാനല്ല, വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് കരോ. നോക്കിയേ, നമുക്ക് ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇൻഡിജേഴ്സ് ഏത് രണ്ട് ഇൻഡിജേഴ്സ് എടുത്താലും നമുക്ക് അഡീഷൻ ചെയ്ത് നോക്കാം. ഏതൊക്കെ ഇൻഡിജേഴ്സ് എടുത്തോ. നിങ്ങളിപ്പം ഒരു പോസിറ്റീവ് നമ്പർ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ 3 എടുത്തു. ഒരു നെഗറ്റീവ് ഇൻഡിജർ എടുത്തോ. ഒരു നെഗറ്റീവ് ഇൻഡിജേഴ്സിൽ ഏതൊക്കെ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അതറിയാലോ. 0 മുതൽ അങ്ങോട്ടേക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 എക്സെട്ര. റൈറ്റ് സൈഡിലോട്ടേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. -1 -2 -3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിലോട്ടേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുക. 3 ഉം -4 എടുക്കുക. ഓക്കെ, 3 ഉം -4 ഉം രണ്ട് ഇൻഡിജേഴ്സ് എടുത്തു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അഡീഷൻ്റെ കേസിലാണ്. നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അത് രണ്ടും കൂടെ മക്കൾ ആഡ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എത്രയാ? 3 + -4. ശ്രദ്ധിക്കുക, സിമ്പിളാണ്. ആദ്യത്തെ നമ്പർ 3 അല്ലേ? ഓക്കെ, പിന്നെ ഈ പ്ലസും മൈനസും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ, ഇതുപോലെ ഒരുമിച്ച് വന്നാൽ, അടുത്തടുത്ത് വന്നാൽ അത് മൈനസ് ആയിട്ട് മാറും. പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ് ആയിട്ട് മാറും. മൈനസ്. പിന്നെ ഏതാ ലെറ്റർ ഉള്ളത്? 4. 3 - 4 അത് എത്രയാ? -1 അല്ലേ? -1 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ അതൊന്ന് തിരിച്ചിടുന്നു. അതായത് ആദ്യം ഇവിടെ 3 ആയിരുന്നു, പിന്നെ ഇവിടെ -4 ആയിരുന്നു. ഇനി എന്ത് ചെയ്യുക? ആദ്യം -4 എഴുതി, പിന്നെ 3 എഴുതുക. അഡീഷൻ തന്നെ, സെയിം അഡീഷൻ. ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ നമ്പേഴ്സ് ഇല്ലേ, -3 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. ഇവിടെ ഫസ്റ്റ് 3 അല്ലേ, ആ 3നെ പിടിച്ച് സെക്കൻഡ് എഴുതി, രണ്ടാമത് എഴുതി. ഇവിടെ സെക്കൻഡ് -4 അല്ലേ, ആ -4നെ പിടിച്ച് ഫസ്റ്റ് എഴുതി. നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് വരുന്ന റിസൾട്ട് നമുക്ക് നോക്കാം. എത്രയാണ് വരിക? -4 + 3 എത്രയാ? -4 പ്ലസ് ആണ്. -4 എവിടെയാണെന്ന് ആലോചിക്കാം. -4 ഏകദേശം ഇവിടെ വരും. അവിടുന്ന് പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലോട്ടേക്ക് എത്ര ഡിജിറ്റ്? -4 കഴിഞ്ഞാൽ -3 -2 -1 3 ഡിജിറ്റ്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? -1 അല്ലേ. അപ്പോൾ നമ്പേഴ്സ് തിരിച്ചിട്ടപ്പോഴും സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. -1. അങ്ങനെ ഏത് രണ്ട് ഇൻഡിജർ എടുത്താലും നമുക്ക് എന്താ കിട്ടുക? സെയിം റിസൾട്ടാണ് കിട്ടുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും സെയിം റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം ഇൻഡിജേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ അഡീഷൻ വരുമ്പോൾ ഇൻഡിജേഴ്സ് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പം അത് അവിടെ ശരിയാണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഞാനൊരു ടിക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ടിക്കറ്റ് കരുത്, നിങ്ങൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് എഴുതിക്കോളേ. കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇത് ശരിയാവും നോക്കാം. സബ്ട്രാക്ഷൻ്റെ കേസിൽ ഞാൻ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കാനാടാ. 5 ഉം 4 ഉം എടുത്തു സാറ്. ഏതൊക്കെയാണ് എടുത്തത്? 5 ഉം 4 ഉം എടുത്തു. ഓക്കെ, രണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യണം. സോ ഞാൻ സബ്ട്രാക്ട് ചെയ്തു. 5 - 4 എത്രയാ? 5 - 4 1 അല്ലേ? 1 ഇട്ടു.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? നമ്പേഴ്സ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് നോക്കണം. ഓക്കെ, നോക്കാം. 5ഉം 4ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇവിടെ ആദ്യം 5 ആണ്, രണ്ടാമതാണ് 4 അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുക? നേരെ തിരിച്ചിടുക. ആദ്യം 4 എഴുതുക, രണ്ടാമത് 5 എഴുതുക. എന്നിട്ടോ സെയിം ഓപ്പറേഷൻ, സബ്ട്രാക്ഷൻ അല്ലേ, സബ്ട്രാക്ഷൻ തന്നെ. എടാ 4 - 5 എത്രയാ? നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്തു. 4 - 5 എത്രയാ? 4 - 5 എന്ന് പറഞ്ഞാൽ അത് 1 അല്ല, അത് -1 ആണ്. -1 ആണ്. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി അല്ലേ, മാറ്റി എഴുതി. പക്ഷേ കിട്ടിയ റിസൾട്ട് ഇവിടെ 1 ആയിരുന്നു, പക്ഷേ ഇവിടെ -1 ആണ്. റിസൾട്ട് രണ്ടും സെയിം അല്ല. ഒന്ന് 1 ആണ്, ഒന്ന് -1 ആണ്. സോ എന്തല്ല? സബ്ട്രാക്ഷൻ്റെ കേസിൽ എന്തല്ല മക്കളെ? കമ്മ്യൂട്ടേറ്റീവ് അല്ല. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇൻഡിജേഴ്സ് ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ സബ്ട്രാക്ഷൻ. ഇൻഡിജേഴ്സ് സബ്ട്രാക്ഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അത്രയേ ഉള്ളൂ. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലോ മക്കൾ പറ. 2 ഇൻഡിജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും മക്കൾ. ഫോർ എക്സാമ്പിൾ ഞാനിതാ -3ഉം ഒന്ന് നെഗറ്റീവ് ഇൻഡിജർ എടുത്തു, ഒന്ന് പോസിറ്റീവ് ഇൻഡിജർ എടുക്കുക, 4 എടുത്തു. ഓക്കെ, രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തു. -3 × 4 എത്രയാ? -12 ആണ് കേട്ടോ. -12 ആണ്. കാരണം ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇത് നെഗറ്റീവ് നമ്പർ, ഇത് പോസിറ്റീവ് നമ്പർ. -3 നെഗറ്റീവ്, 4 പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് 3 × 4 എത്രയാ? 12. സോ -12 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഏതൊക്കെ? -3ഉം 4ഉം. നമ്പേഴ്സ് ഏതൊക്കെയാ? -3ഉം 4ഉം ആണ് നമ്പേഴ്സ്. ആ രണ്ട് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ആദ്യം 4 എഴുതി, പിന്നെ എന്ത് എഴുതുക? -3 എഴുതുക. എന്നിട്ടോ സെയിം മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 4 × -3 പോസിറ്റീവ് നമ്പർ ഇൻറ്റു നെഗറ്റീവ് നമ്പർ എന്താ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് കിട്ടുക. 4 × 3 12. അപ്പോൾ എന്താ? റിസൾട്ട് സെയിം ആണ്. ഇങ്ങനെ മക്കൾ ഏത് 2 ഇൻഡിജേഴ്സ് എടുത്താലും, ഇവിടെ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് അല്ല എടുത്തത്, ഇനി 2 നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, പിന്നെ അത് ഇന്റർചേഞ്ച് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, സെയിം റിസൾട്ടാണ് കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം? ഇൻഡിജേഴ്സ് ആർ കമ്മ്യൂട്ടേറ്റീവ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇൻഡിജേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി ഡിവിഷൻ്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് ആവുമോ? അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 ഇൻഡിജേഴ്സ് എടുക്കുക. ഏതൊക്കെ? 1ഉം 2ഉം. 1ഉം 2ഉം എടുത്തു. ഓക്കെ, 1ഉം 2ഉം എടുത്തു. രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണേ. ഡിവിഷൻ ചെയ്യുമ്പോൾ 1ഉം 2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്താ കിട്ടുക? 1ഉം 2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 1/2 അല്ലേ? 1/2 അല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ്. അവിടെ 1/2 എന്ന് പറഞ്ഞാൽ പകുതി. ഓക്കെ, ഇനി അത് രണ്ടും നമ്മൾ തലതിരിച്ചിട്ടു. അതായത് ഇതെന്താ സാധനം? ഇത് 1/2 ആണ്. ഓക്കെ, അത് തലതിരിച്ചിട്ട് എന്താ വരിക? 1ൻ്റെ സ്ഥാനത്ത് 2ഉം 2ൻ്റെ സ്ഥാനത്ത് 1ഉം എഴുതിയാൽ 2/1 അല്ലേ? 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയ റിസൾട്ട് 1ഉം 2ഉം 1/2 1/2 ആണ്, ഹാഫ് ആണ്. എന്നാൽ നേരെ തലതിരിച്ചിട്ടപ്പോൾ 2/1 എന്നായി, അത് 2 ആണ്. രണ്ടും ഡിഫറെൻ്റ് അല്ലേ? റിസൾട്ട് സെയിം ആണോ? ഒന്ന് 1/2 ആണ് കിട്ടിയത്, ഒന്ന് 2 ആണ് കിട്ടിയത്. ഒന്ന് 1/2 ആണ് അഥവാ 0.5, മറ്റേത് 2 ആണ് കിട്ടിയത്. രണ്ട് റിസൾട്ടും സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് പറയാം കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇത്രയേ ഉള്ളൂ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മക്കൾ പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. ഇനി നോക്കണ്ട, സെറ്റ് ആണല്ലോ മക്കളെ. സോ മക്കളെ, ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് കൃത്യമായിട്ട് കമൻ്റ് ഇടുക. മക്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഞങ്ങളെല്ലാവരും തന്നെ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഉള്ളത്. സോ മക്കൾക്ക് എന്തൊക്കെ അറിയാത്തതുണ്ടോ അതൊക്കെ ഓരോന്നായിട്ട് കമൻ്റായിട്ട് ഇട്ടുകൊള്ളുക. ആൻഡ് ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, കൃത്യമായിട്ട് ടോപ്പിക്ക് മനസ്സിലായോ എന്നതുകൂടെ കമൻ്റ് ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.